രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കൊച്ചി സ്വദേശിയായ അന്ന സെബാസ്റ്റ്യന്റെ മരണം. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി പ്രവർത്തിച്ചു വന്ന അന്ന കഴിഞ്ഞ ജൂലൈയിലാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലിക്ക് കയറി 4 മാസം തികയും മുൻപായിരുന്നു മരണം. അമിത ജോലി ഭാരത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഏൺസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പൂനെ ക്യാമ്പസിലാണ് അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്നത്. 27-കാരിയായ അന്നയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. അമിത ജോലിഭാരത്തെക്കുറിച്ച് അന്ന പലപ്പോഴും കുടുംബത്തോട് പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപുള്ള ദിവസങ്ങളിലും അന്നയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അമിത ജോലിഭാരത്തിൽ നിന്ന് ഒരിളവും കമ്പനി നൽകിയിരുന്നില്ല. അമ്മ അനിത അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്കയച്ച വൈകാരികമായ കത്തിൽ നിന്നാണ് അന്ന സെബാസ്റ്റ്യൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പുറം ലോകം അറിഞ്ഞത്. അന്നയുടെ മാനേജറുടെ സമീപനം അസഹനീയമായിരുന്നുവെന്നും അന്ന സെബാസ്റ്റ്യനൊപ്പം ജോലി ചെയ്തിരുന്ന 6 പേർ കടുത്ത ജോലി സമ്മർദ്ദം താങ്ങാതെ രാജിവെച്ചിരുന്നുവെന്നും അന്നയുടെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. സംഭവം വൻ വിവാദമായതിനെ തുടർന്ന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടികളും വിശദമാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. വൻ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ സംഭവം അതീവ ദാരുണമാണെന്നും കമ്പനിയിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നും ഏൺസ്റ്റ് ആൻഡ് യങ് പ്രതികരിച്ചു. എന്നാൽ നാളിതുവരെയായിട്ടും ആരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി.